നവോമി സ്വന്തം പട്ടണത്തിൽ നിന്ന് ദാരിദ്ര്യം അനുഭവിച്ചപ്പോൾ ഭർത്താവും കുഞ്ഞുങ്ങളുമായി അവിടെ നിന്ന് ഓടിപ്പോകുന്നൊരവസ്ഥ നമുക്കറിയാം. So we know that Naomi is flee from her own land because of the scarcity they were facing in their life. അവൾ കടന്നു ചെന്നപ്പോൾ അവളുടെ ഭർത്താവ് മരിച്ചു, കുഞ്ഞുങ്ങൾ മരിച്ചു, എല്ലാവരും ഹല്ലേലൂയ നഷ്ടപ്പെട്ടു. They've gone to a different land, but she lost her husband and her own children. എന്നാൽ ഹല്ലേലൂയ ആകെ അവൾക്ക് കൂട്ടുണ്ടായിരുന്ന മക്കളുടെ 2 ഭാര്യമാർ മാത്രം. Amen. She only had the companion of her in-laws, like the daughter-in-laws to be. അവസ്ഥ വളരെ മോശമായതുകൊണ്ട് അതിൽ ഒരു ഹല്ലേലൂയ മരുമകളും പറഞ്ഞു ഞാനും പോകുക പോയി. Circumstances was completely adverse, but one daughter-in-law said, I am coming with you. നിങ്ങൾ കടന്നു ദൈവസന്നിധിയിൽ കടന്നു പോയത് ഹല്ലേലൂയ ഒരു വിഷയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിരുന്നിരിക്കാം. You might have entered into the presence of the Lord to receive a deliverance from one specific problem. ഇതിൽ ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നീ ഹല്ലേലൂയ ഒരു അത്ഭുതവും അടയാളവും പ്രതീക്ഷിച്ചാണ് നിന്റെ സ്വന്തം ഭവനം വിട്ട് നീ ഹല്ലേലൂയ ഇറങ്ങി തിരിച്ചത് എന്ന്. Amen. Some of you who are sitting here, God is clearly speaking to you that you come out from your house expecting something greater, hallelujah, from the Lord himself. എന്നാൽ സ്വന്തം ഭവനത്തിൽ നിന്ന് വിട്ടുപോകുന്നതിലും വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് ഇന്ന് നീ ആയിരിക്കുന്നത് എന്ന്. Yes, you are at the situation where you have come out from your own house. എന്നാൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ദുഃഖിക്കേണ്ടത്രേ, നിന്റെ സമയം അടുത്തിരിക്കുന്നു എന്ന്. The Holy Spirit is reminding you, do not be dismayed or do not be tired or given up. This is your time. നീ തലയുയർത്തി നീ വിട്ടുപോകുന്ന ദേശത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ തയ്യാറാണ് എങ്കിൽ, Amen, if you are ready to go back to the place where you have come out, അവിടെ ചില ഹല്ലേലൂയ ചില ഫലങ്ങൾ വിളയിച്ചു നിൽക്കുന്നത് കാണുവാൻ നിങ്ങൾക്ക് കഴിയുമത്രേ. you will see some of the fruitful trees standing. ഇതുവരെ കാണാതിരുന്ന ചിലതൊക്കെ അവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന്. Amen. Something that you haven't seen so far, but something new has started.